ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടന്നു. ചടങ്ങിനോടനുബന്ധിച്ച് പഞ്ചായത്ത് സമുച്ചയത്തിൽ നവീകരിച്ച ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓഫീസ്, CDS ഓഫീസ് എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. KK ശൈലജ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് V ബാലൻ അധ്യക്ഷനായി. അതിലൂടെ 0.7% എന്നുള്ളത് കേരളത്തിൽ അത്ഭുതകരമായ റിസൾട്ടാണ്. നമ്മളാരും എടുത്ത കണക്കല്ല, അതിദാരിദ്ര്യത്തിന്റെ കണക്ക് പൊതുവെ എടുക്കുന്നതാണ്. അപ്പോൾ 0.7 എന്ന് പറയുമ്പോൾ ഒന്നും പോലും ആവില്ല. എന്ന് വെച്ചാൽ 100 ആളെ എടുത്താൽ അതിൽ ഒരാൾ പോലും പൂർണ്ണമായും അതിദരിദ്രരാണെന്ന് പറയാൻ കഴിയില്ല. 200 300 ആളെ എടുക്കുമ്പോഴാണ് 1-2 ആളുകൾ ആ കൂട്ടത്തിൽ ചിലപ്പോൾ പെട്ടേക്കുന്നത്. അതുകൊണ്ട് കേരളം വളരെ മുന്നിലാണ് ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ. നമുക്ക് പുതിയ തലമുറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥാനം സമ്പന്ന രാഷ്ട്രങ്ങളിലെ ജനങ്ങളോടൊപ്പമാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. സമ്പന്ന രാഷ്ട്രങ്ങളിലും കോടീശ്വരന്മാരൊക്കെ വിരലിലുണ്ടാവുന്നതേ ഉള്ളൂ. വലിയ കോടീശ്വരന്മാരും ബിസിനസ്സുകാരുമല്ല. ബാക്കിയെല്ലാം ഇടത്തരക്കാരും സാധാരണക്കാരുമാണ്. ആ ഇടത്തരക്കാരുടെയും സാധാരണക്കാരുടെയും ജീവിതത്തിനൊപ്പം കേരളത്തിലെ 80% ജനങ്ങളുടെ ജീവിതം എത്തിച്ചേർന്നിരിക്കുന്നു. പഞ്ചായത്ത് സമുച്ചയത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും CDSന്റെയും ഓഫീസ് ഒരുക്കിയിരിക്കുന്നത്. അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റുന്നതിനു വേണ്ടിയുള്ള വിപുലമായ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായി ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ കണ്ടെത്തിയ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരെ ജീവനോപാധി നൽകിക്കൊണ്ട് അതിദാരിദ്ര്യമുക്തമാക്കുന്നതിന് പഞ്ചായത്തിന്റെ മികവുറ്റ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M റോജ പദ്ധതി വിശദീകരണം നടത്തി. സിജ രാജീവൻ, MV ജയൻ, PV സുരേന്ദ്രൻ, O ഗംഗാധരൻ, V സൗമിനി, മുന്ന P സദാനന്ദൻ, C ചന്ദ്രൻ, CC സഹിൽരാജ്, KK സത്യൻ, P അശോകൻ, രഘുത്തമൻ, P ബിജു, P ജിതേഷ്, മുജീബ് റഹ്മാൻ, ജിജോ പ്രകാശ്, ഫാത്തിമത്ത് ഷെറീഫ, ബിൻസി അശോകൻ, KP ബിവിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.